വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിലെ പാപമോചനത്തിന്റെ പത്തിൽ വിശ്വാസികളായ നമ്മൾ പ്രതീക്ഷിക്കുന്നതും തേടുന്നതും നമ്മൾക്ക് വന്നുപോയ പാകപ്പിഴവുകളും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പരിപൂർണമായി പുറത്തു തരണമെന്ന ആഗ്രഹവും തേട്ടവുമാണ്. പാപമോചനത്തിന് വേണ്ടിയുള്ള വിശ്വാസിയുടെ സമർപ്പണത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത് കാണാം. അള്ളാഹുവിനോട് തേടി നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളെന്ന നിലയിൽ വ്യവഹാരങ്ങളിൽ സൂക്ഷിക്കേണ്ടുന്ന 3 പ്രധാന മാതൃകകളാണത്. ഒന്ന്, മൻ നഫസ ഖുർബതൻ മിൻ ഖുറബി യൗമിദ് ദുനിയ. ഈ ഭൂമിയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുള്ള ഏതെങ്കിലും ഒരു പ്രയാസത്തെ നമ്മളൊന്ന് ദൂരീകരിക്കുന്നതിന് സഹായിച്ചാൽ അവന് പാരത്രിക ലോകത്ത്, അള്ളാഹുവിന്റെ വിചാരണാ ലോകത്ത്, ഖിയാമത്ത് നാളിൽ അവനുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് പ്രവാചകർ പരിചയപ്പെടുത്തുന്നു. ആരെങ്കിലും ഒരാള് മൻയസറാലമോശിരിൻ, ഒരു പ്രയാസത്തിന്റെ, ദുർഞെരുക്കത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ വേളയിൽ ഒരു വിശ്വാസിയെ ഒരാൾ എളുപ്പം ചെയ്ത് സഹായിച്ചാൽ അവൻ കുടുങ്ങുന്ന സമയത്ത്, വേദനിക്കുന്ന സമയത്ത് ഇതുപോലെ എളുപ്പം നൽകി അള്ളാഹു സന്തോഷിപ്പിക്കുമെന്ന് പ്രവാചകർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാ. ആരെങ്കിലും ഒരു വിശ്വാസിയെ മറച്ചുവെച്ചാൽ അവനെ അള്ളാഹു ഇരുലോകത്തും മറച്ചുവെക്കാൻ അവനെ സഹായിക്കും എന്ന് പ്രവാചകർ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ മറച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ? ചെയ്തുപോയ പാകപ്പിഴവുകൾ നമുക്കറിയാം. ചൂടെയുള്ളൊരു സുഹൃത്തിനെ പറ്റി, വളരെ വേണ്ടപ്പെട്ട ഒരാളെ പറ്റി, നമുക്ക് പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് പരിചിതമായ സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച്, ആരെക്കുറിച്ചും എന്തുമാവട്ടെ, നമുക്കറിയാകും ആ മനുഷ്യൻ ചെയ്തുപോയ ഒരു തെറ്റിനെക്കുറിച്ചോ പാപത്തെക്കുറിച്ചോ. അദ്ദേഹത്തെ തിരുത്താം, ഗുണദോഷിക്കാം, ആ തിന്മ ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹത്തെ താക്കീത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ആ തെറ്റുകൾ, ആ കുറവുകൾ, പാപങ്ങൾ ഞാനോ നിങ്ങളോ മറ്റുള്ളവരുടെ മുന്നിൽ വെളിച്ചപ്പെടുത്തുകയോ അദ്ദേഹത്തെ അവഹേളിക്കുകയോ അപഹസിക്കുകയോ അവമതിക്കുകയോ ചെയ്യുന്നതിന് ഇടമരുത്തുകയോ ചെയ്താൽ അത് അങ്ങേയറ്റത്തെ അപരാധമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെ അങ്ങനെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യന്റെ ഇസ്സത്തും ആ മനുഷ്യന്റെ അഭിമാനവും നഷ്ടപ്പെടുത്തിയാൽ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതേ പ്രകാരമുള്ള വഷളത്തരം അവന്റെ ജീവിതത്തിൽ അള്ളാഹു തിരിച്ചു നൽകിക്കൊണ്ടാണ് ആ വ്യവഹാരത്തിന് പകരം നൽകുക. അത് പ്രവർത്തിക്ക് പ്രവർത്തി തന്നെ ബദലായി വരുമെന്ന് ചുരുക്കം. വിശ്വാസികൾ എന്ന നിലയിൽ പുതിയ കാലത്ത് വിശേഷിച്ചും കേട്ടപാതി കേൾക്കാപ്പാതി, ധാരണകളിലും തെറ്റിദ്ധാരണകളിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് പോലും നമ്മൾ വേണ്ടാത്തത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ രഹസ്യങ്ങളെ, അവരുടെ കുറവുകളെ, അവരുടെ പാപങ്ങളെ പോലും നമ്മൾ മറ്റുള്ളവർക്കിടയിൽ വഷളാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യൻ പൂർണ്ണമായി അകന്നു നിൽക്കേണ്ടുന്ന തിന്മയാണ്. അത്തരം സൂക്ഷ്മതകൾ കാണിച്ച് അവശതയും പ്രയാസവും ഞെരുക്കവും അനുഭവിക്കുന്നവനെ സഹായിച്ച് ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു വിശ്വാസിക്ക് ആശ്വാസം നൽകി അങ്ങനെയൊക്കെ മാതൃക കാട്ടുന്നവരെയാണ് അള്ളാഹു ബുദ്ധിമുട്ടുകളിൽ സഹായിക്കുക, ഞെരുക്കങ്ങളിൽ എളുപ്പം നൽകുക. പ്രയാസങ്ങളോ തെറ്റുകളോ കുറവുകളോ വഷളത്തരങ്ങളോ വന്നാൽ അത് അവനെ പ്രയാസപ്പെടുത്താത്ത രീതിയിൽ അള്ളാഹു മറച്ച് ഇരുലോകത്തും പരലോകത്തും അവനെ സന്തോഷിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇഹപരലോകത്തിന്റെ വിജയം ആ അർത്ഥത്തിൽ വ്യവഹാരങ്ങളുടെ നന്മയിലാണ്, നല്ല മാതൃകകളിലാണ്, വാക്കുകളിലെ സൂക്ഷ്മതയിലാണ്, പ്രയോഗങ്ങളിലുള്ള കടുത്ത ജാഗ്രതയിലാണ്. അങ്ങനെ പറയുന്നതും പറയേണ്ടതുമെല്ലാം ചിന്തിച്ച് വ്യവഹരിക്കുന്ന വിശ്വാസപരമായ ജാഗ്രതയുള്ള നല്ല മുഅ്മിനീങ്ങളിൽ പെടുക എന്നതാണ് പാപമോചനത്തിന്റെ പത്തിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ട സുപ്രധാനമായ കാര്യം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.